ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു കിച്ചൺ വീഡിയോയാണ്. ഇപ്പോൾ രാവിലെ ഞാനൊരു ചക്കയൊക്കെ അടത്തു, ചോറ് വെച്ച് ചരിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ചക്കയൊക്കെ അടത്തു, ഇത് ചക്ക അരിഞ്ഞടുപ്പിലേക്ക് വെച്ചു. അടുത്തത് മീൻ അടുപ്പിലേക്ക് വയ്ക്കാനായിട്ട് ഞാനിത്തിരി ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നു. ശകലം 2 കഷ്ണം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് അരിഞ്ഞെടുത്ത് മീനുമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മീൻ വയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 ചാള മീൻ മറക്കാനായിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് പാൻ ചൂടായപ്പോൾ ഇട്ടതാണ്. ഇനി നമുക്ക് കറി വയ്ക്കണം. കറി വയ്ക്കാനായിട്ട് അയല കട്ട് ചെയ്തുകൊണ്ടൊന്ന് വെച്ചു. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിക്ക് അത് അരിഞ്ഞെടുക്കട്ടെ. നെയ്ച്ചാള വറക്കാൻ വെച്ചത് മൂത്തു. ഇനി നമുക്ക് നമ്മുടെ ചക്കയും റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചക്ക ഒരു 2 എടുത്താൽ ഉടച്ചിറക്കാം. ഒരു തടിയിൽ തവി എന്നൊക്കെ പിടിച്ചെറുതുണ്ടായിരുന്നു. മീൻകറി വയ്ക്കാനായി ചട്ടി അടുപ്പിലേക്ക് വെച്ചു. എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവയിട്ടു, കറിവേപ്പിട്ടു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, തക്കാളിക്ക ഇത്രയും ഇട്ടിളക്കുകയാണ്. പച്ചമുളക് ഇത്രയും ഇട്ടു. ഇപ്പം ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ശബ്ദമില്ല. അങ്ങനെ ഇവിടം തൊട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ്. എന്ത് പറ്റിയെന്നറിയില്ല, ഇവിടം തൊട്ട് ശബ്ദം വരുന്നില്ല. ഇപ്പം നല്ല സൂപ്പർ അയലയാണ് കൂട്ടാൻ വയ്ക്കുന്നത്. ഞാനിതിൽ ശബ്ദം കൊടുത്തതാണ്, പക്ഷേ ഇപ്പം ഇട്ടപ്പോൾ ശബ്ദം വരുന്നില്ല. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യമായ പൊടികളിട്ട് അതിലിട്ട് വരട്ടുകയാണ്. വരട്ടി നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ, അതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ ഇളക്കുകയാണ്. അതിൻ്റെ പച്ചപ്പ് മാറുമ്പോഴത്തേക്ക് ശകലം വെള്ളം ആദ്യം ഒഴിച്ച് കട്ട പിടിക്കാതെ ഒന്ന്
ഇളക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളയ്ക്കുമ്പോൾ മീനിടുക. എന്നിട്ട് നമ്മൾ പുളി ചേർത്തിട്ടില്ല. ശബ്ദം ഇല്ലാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. ശബ്ദം ഞാൻ കൊടുത്തതാണ്. ശബ്ദം വരാത്ത എന്താണെന്ന് അറിയാൻ വയ്യ. കറി നല്ല തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ടാലോ? ഇനി നമ്മൾ പുളി ചേർത്തിട്ടില്ല. കുടംപുളി ചേർക്കുന്നവർക്ക് കുടംപുളി ചേർക്കാം. പിഴുപുളി ചേർക്കുന്നവർക്ക് പിഴുപുളി ചേർക്കാം. എന്താണ് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ ഇതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കാം. അപ്പം ഞാനിവിടെ ചേർക്കുന്നത് പിഴുപുളിയാണ്. രണ്ടും ഞങ്ങൾ മാറി തിരിഞ്ഞും ചേർക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചേർക്കുന്നത് പിഴുപുളിയാണ്. അതൊന്ന് തിളയ്ക്കട്ടെ. അതൊന്ന് തിളച്ച് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് പിഴുപുളി അരച്ചതും ഇത് ഞാനെപ്പോഴും ഇവിടെ കൊച്ചുങ്ങൾക്കും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് ഒരു ശക്കലം ആ പുളിയുടെ കൂടെ ഒരു ചിരവ തേങ്ങയും കൂടി ചേർക്കാറുണ്ട്. അതും കൂടെ ചേർത്താണ് ഞാൻ കറി വയ്ക്കാറ്. വെറും പുളിയും മുളകും വയ്ക്കുമ്പോൾ കുഞ്ഞുങ്ങളില്ല, ഇവിടെ ഒരു മോനേ ഉള്ളു. അപ്പം തോനക്ക തേങ്ങ അരച്ചുള്ള കറി വെപ്പ് അങ്ങനെ ഇല്ല. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം പുളിയുടെ കൂടെ ഒരു ശക്കലം തേങ്ങ കൂടി ചേർത്ത് കറി വയ്ക്കും. ആ കറി കൂട്ടാനായിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പം എപ്പോഴും ഞാനത് എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അതറിയാം. അവരെല്ലാം ആ വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ പുളിയും അതും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വിളിക്കുന്നു. കണ്ടോ സത്യം നമ്മുടെ മീൻ കറി വയ്ക്കുന്ന സമയം പള്ളിയിൽ വാങ്ങുന്ന സമയം. പക്ഷേ സാധാരണ മീൻ കൊണ്ടുവന്ന് ഇന്നിപ്പം നമ്മൾ ചക്ക വെട്ടി കൂട്ടാൻ വെച്ചത് കൊണ്ടാണ് ഇത്തിരി കൂടെ ലേറ്റായത്. പിന്നെ രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മുട്ടക്കറി വെച്ചു. പിന്നെ ഇത്തിരി നേരമൊക്കെ ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെയാണ്. അപ്പം നമ്മുടെ കറി വേവാനായിട്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ചൂട് സമയത്ത് നമ്മൾ ഏറ്റവും ചെയ്യാനുള്ളത് എത്രത്തോളം വെള്ളം കുടിക്കാമോ അത്രത്തോളം വെള്ളം കുടിക്കുക. മാക്സിമം ഒരു 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ വെള്ളം കുടിയിൽ ഏറ്റവും പിന്നോട്ട് നിൽക്കുന്ന ഒരാളാണ്. ഈ വണ്ണം ഉണ്ടെന്നല്ലാതെ. പക്ഷേ ഇപ്പോൾ അറിയാതെ തന്നെ വെള്ളം കുടിച്ചു പോകുന്നുണ്ട്. വെള്ളം എത്രത്തോളം കുടിക്കാമോ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മുതുകിൽ കൂടി കയ്യിൽ കൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുക. പിന്നെ തൈറോയിഡും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ പറയുകയും വേണ്ട. അതുകൊണ്ട് നമ്മൾ അറിയാതെ നമ്മൾ വെള്ളം കുടിച്ചു പോകും. അപ്പം ഗൾഫിലൊക്കെയും ചൂട് സമയമാണെന്ന് തോന്നുന്നു. എന്തായാലും രാത്രി മുകളിലൊരു ഫാൻ
താഴെ ഒരു ഇത് അല്ലാതെ ടേബിൾ ഫാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലാതെ വയ്ക്കുന്ന സ്റ്റാൻഡിൽ വയ്ക്കുന്ന ഫാൻ, അതും കൂടെ വെച്ചിട്ട് പോലും കിടന്നുറങ്ങാനൊക്കാത്തൊരവസ്ഥയാണ്. അത്രയ്ക്ക് ചൂടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ തറയിൽ പാവിരിച്ചങ്ങ് കിടക്കും, അല്ലാതെ കിടക്കത്തില്ല. അത്രയ്ക്ക് ചൂടെന്ന് പറഞ്ഞാൽ ഇത്രയും ചൂട് നമ്മളെ ഒരു വർഷവും ഇങ്ങനത്തെ ചൂട് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. അത്ര ഉറങ്ങാൻ പോലും വയ്യാത്തൊരു ചൂടാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമുക്ക് ഒരു മരണം, ഞാൻ പറഞ്ഞില്ലേ പരവൂരൊരു മരണം ഉണ്ടായിരുന്നു. അപ്പം മേലിൽ നിന്ന് എൻ്റെ ബന്ധുക്കൾ പോയപ്പോൾ ഞാൻ അവരുടെ വണ്ടിയിൽ കൂടിയാണ് ഞാനും കൂടെ പോയത്. കാലും കൂടെ വയ്യാത്തത് കൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയത് എനിക്കൊരു വലിയ ഉപകാരമായി. മെനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കാലിൻ്റെ മുട്ടിന് പ്രശ്നം വന്നപ്പം 10 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ മെനിഞ്ഞാന്ന് പോയായിരുന്നു. 10 ദിവസം കഴിഞ്ഞു. മെനിഞ്ഞാന്ന് പോയി. ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് പിന്നെ 1-2 എണ്ണത്തിൽ ചെറിയ ഒരു ഇത് പറഞ്ഞു, യൂറിക് ആസിഡ് ശകലം എന്ന് പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ 1 മാസം മരുന്ന് കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം ഈ ഓർത്തോ സംബന്ധമായ നമ്മൾ ഈ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഓർത്തോ സംബന്ധമായ ഡോക്ടർമാരെ പോയി കണ്ട് നമ്മൾ ആ മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ 1-2 പ്രാവശ്യം പോകും. പിന്നെ 3ാമത്തെ പ്രാവശ്യം പോകാൻ നമുക്ക് തോന്നില്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് ആ മരുന്നിൻ്റെ വില ഭയങ്കര. അത് 10 ദിവസത്തേക്ക് മരുന്ന് വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് 1000 രൂപയിൽ കൂടുതലാവും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ ആ മരുന്ന് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിനും അതുപോലെ വിഷയമായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൂടി 10 ദിവസത്തേക്കുള്ളത് കൂടെ 1 മാസത്തേക്കുള്ളത് ഞാൻ 10 ദിവസത്തേക്ക് കൂടി വാങ്ങിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കഴിച്ചിട്ട് ഇനി ആയുർവേദ ഇത് ഡോക്ടറെങ്ങളും പോയി കണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാതെ എനിക്ക് ഈ വെയിറ്റ് സംബന്ധമായിട്ടുള്ള ഈ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള ഇതല്ലാതെ എനിക്ക് ദൈവത്തിൻ്റെ നേരുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ, ഞാൻ എല്ലാ ജോലിയും ഞാൻ ചെയ്യും. എനിക്ക് ഒരു ജോലി ചെയ്യുന്നതിനും ഒന്നിനും അങ്ങനെയൊന്നും ഒന്നുമില്ല. ഈ ഇതല്ലാതെ എനിക്ക് ഒന്നിനും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ജോലിയും ഞാൻ ഓടി നടന്ന് ചെയ്യും. അങ്ങനെയൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അതേ ഉള്ളൊരു വിഷമം. അതും കൂടി എനിക്ക് ഭഗവാൻ അങ്ങ് ഇതാക്കി തന്നിരുന്നു എങ്കിൽ എനിക്ക് ജോലി വരുന്നോ എന്ന് ഞാൻ നോക്കിയിരിക്കുകയാണ് എനിക്ക് പോകാനായിട്ട്. അപ്പോൾ ജോലി വരുന്നതെല്ലാം എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ജോലി വരുന്നത്. എന്നെ 2-3 പ്രാവശ്യം വിളിക്കുകയും ചെയ്തു. അപ്പോൾ ജോലി ഏറ്റവും അടുത്ത ഇതിൽ വരുമ്പോൾ ഞാൻ കയറാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നാളെ എൻ്റെ കുട്ടൂസുമോൻ്റെ ബർത്ത്ഡേ ആണ്, മെയ് 15. അങ്ങനെ മെയ് 10 അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. മെയ് മാസത്തിലാണ് അമ്മേരെയും അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും മോൻ്റെ ബർത്ത്ഡേയും എല്ലാം. നാളെ ബർത്ത്ഡേ ആണ് മോൻ്റെ. അങ്ങനെയൊക്കെ ഉള്ള ഒരിതിലേക്ക് ആണ്. പിന്നെ ഇനിയിപ്പോൾ ജൂണിൽ സ്കൂൾ തുറപ്പായി. എൻ്റെ ആദിക്കുട്ടൻ അങ്ങ് പോയപ്പോഴത്തേക്ക് ആദിമോനും കുട്ടൂസും മോനും കൂടെ ഇവിടെ അങ്ങ് വീട്ടിൽ എന്തോ ഒരു ഇതായിരുന്നു. എൻ്റെ കൊച്ചങ്ങ് പോയപ്പോഴത്തേക്ക് വീട് ഉറങ്ങി. എൻ്റെ മക്കളെല്ലാം പോയപ്പോഴത്തേക്ക് ആദിമോന് ഭയങ്കര സ്നേഹമാണ്. എൻ്റെ കൊച്ചൊരു മാസം ഇവിടെ നിന്ന് എല്ലാവരുമായിട്ട് ഇണങ്ങി നമ്മുടെ സംസാരമൊക്കെ അങ്ങായി. ഭയങ്കര സ്നേഹമുള്ള മോനാണ് എൻ്റെ മോൻ ആദിക്കുട്ടൻ. അവൻ എല്ലാവരെയും ആരാണെന്നും എല്ലാം അവനറിയാം. അവൻ്റെ അച്ചാമ്മയാണെന്നും എല്ലാം അവനറിയാം. എൻ്റെ കൊച്ച് ഈ പറഞ്ഞ കണക്ക് ഞാൻ മെനിഞ്ഞാന്ന് വിളിച്ചായിരുന്നു. എൻ്റെ കൊച്ചിനും ഈ പറഞ്ഞ കണക്ക് അവൻ UKG-യിലാണ്. അങ്ങനെ എല്ലാവരും സുഖമായിട്ടും ഇതായിട്ടിരിക്കുന്നു. മക്കളൊക്കെ ഗൾഫിൽ പോയി, അവർ ജോലിക്കൊക്കെ കയറി, അവരും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് എല്ലാവരും പോകുന്നു. അപ്പം നമ്മുടെ മീൻകറി റെഡിയായിക്കൊണ്ടേയിരിക്കുന്നു കേട്ടോ. അപ്പം മീത്തി കൂടി വറ്റാനുണ്ട്. അപ്പം നമുക്ക് അത് വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അയ്യോ, വെള്ളം കുടിക്കുന്നതിന് തണുപ്പൊന്നും വെക്കേണ്ട, ആവശ്യമുള്ള വെള്ളങ്ങൾ നമ്മൾ കുടിക്കുക. അപ്പം എല്ലാം പൊടികളും എല്ലാം നമ്മളെടുത്ത അതുപോലെ തിരികെ വയ്ക്കുക.
കൂടെ തന്നെ നമ്മളതങ്ങ് ചെയ്യുമ്പം ആ ജോലിയും അതിൻ്റെ കൂടെ അങ്ങ് ഒതുങ്ങും. അപ്പോൾ നമുക്ക് മീൻ എന്ത് പരുവായെന്ന് നോക്കാം. ഇത് മോൻ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ നമ്മളെ AC കംപ്ലൈൻ്റ് ആയപ്പം പിള്ളേർക്ക് കിടക്കാൻ നിവർത്തിയില്ലാതെ അവർ പോയി കൂളർ വാങ്ങി. അപ്പോൾ കൂളർ വാങ്ങി ഹാളിലാണ് ഇപ്പം കൂളർ ഇരിക്കുന്നത്. എന്ത് പറ്റിയോ എന്തോ വെള്ളം കൂടുതൽ ഒഴിച്ചതിൻ്റെ ഇതാ എങ്ങനെയാണോ എന്തോ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ച് നമുക്ക് ആ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് ഡൈനിങ് ഏരിയയിലോട്ട് ഇറങ്ങുന്നിടത്തോടൊരു ചെറിയ ഇതുണ്ട് ചെറിയൊരിത്. അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം കിടന്ന് കണ്ടില്ലായിരുന്നു. ഞാനില്ല, മൊബൈലിൽ നോക്കിയപ്പോൾ ചാർജ് ഒട്ടുമില്ല. അങ്ങനെ ചാർജ് ഇടാനായിട്ട് മോനൊക്കെ ഇവിടെ ഇല്ലായിരുന്നു. ഞാനും അമ്മാവി ഇവിടെ ഇരുന്ന് TV കാണുകയായിരുന്നു. അപ്പോൾ മൊബൈൽ ചാർജ് ഇടാനായിട്ട് ഇങ്ങനെ എണീച്ച് ഈ വെള്ളം കിടക്കുന്ന ഒരു ഓർമ്മയേ ഇല്ല. അവിടെ ഒരു ചെറുതായിട്ടൊരു ഇങ്ങനെ ഒരു തോലുണ്ട്. വന്നതും ഈ വെള്ളം കിടന്ന കണ്ടില്ല, അവിടെ തെന്നി അടിച്ച് ഈ കയ്യിലെ മുട്ടുപിടിച്ച്, ഇടത്തെ കയ്യിലെ മുട്ടുപിടിച്ച് ഈ ഇടത് നടുവിടിച്ച് ഈ ഇടത് മുട്ട് വേദനയെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ പോണ കണക്കുള്ള വേദന. ഭഗവാന് ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ഓഹോ, അപ്പോഴത്തെ ആ ഒരു വേദനയും ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് സത്യം മഹാദേവ എന്നെ വീണ്ടും പരീക്ഷിച്ചോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഞാൻ അവരൊക്കെ പിടിച്ചെണീപ്പിക്കാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ അവർ മറ്റേ മൂവെടുത്തിട്ട് തയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് വേണ്ട, ആയുർവേദത്തിൽ നിന്നുള്ള തൈലം എൻ്റെ റൂമിൽ ഇരിപ്പുണ്ട്, ആ തൈലം ഞാൻ എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ തൈലം കൊടുത്തന്ന് ഞാൻ അപ്പോഴും തന്നെ തൈലം ഇട്ട് നല്ലതുപോലെ അങ്ങ് തേച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട്, എനിക്ക് ആരും പിടിച്ചെണീപ്പിക്കുന്നത് എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്ക് എൻ്റെ യഥത്തിന് എവിടെയെങ്കിലും പിടിച്ച് ഞാൻ എണീക്കും. അങ്ങനെ എണീച്ച് ഞാൻ ഒത്തിരി നേരം കട്ടിലിൽ പോയി കിടന്നു. പക്ഷേ എനിക്കങ്ങ് സങ്കടം കൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. കാര്യം എന്തെങ്കിലും പറ്റിയാൽ പിള്ളേർ പോയതിന് ശേഷം ഞാൻ ജോലിക്ക് പോകാൻ കാത്തിരിക്കുകയാണ്. എനിക്കിതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. കൈമുട്ട് നല്ലപോലെ വേദനയുണ്ട്, ഈ ഇടിച്ച നടുവിനും വേദനയാണ്. ഞാൻ പേടിച്ച് ഭയന്ന് കിടക്കുമ്പോഴാണ് മക്കളെ പോയിട്ട് വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മക്കളെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ, എൻ്റെ കൈയൊന്നും അങ്ങനെ ഒടിഞ്ഞിട്ടില്ല ഇതുവരെയും. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ദൈവം എന്നെ താങ്ങി നിർത്തുന്നതാണ്. നമുക്ക് ഭഗവാന്റെ ഒരു ഇത് കണ്ണിൽ കൊള്ളാനുള്ളത് ഇതുവരെയും പിരിയത്ത് കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരു സത്യം അങ്ങനെ ഒരു ഇതിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനും കൂടെ മിനിങ്ങാന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ആ മുട്ടിൻ്റെ ഒരു ചെറിയ വേദന ഉള്ളത് ഒന്ന് കാണിക്കാമെന്നും കൂടെ കരുതിയാണ് പോയത്. കാണിച്ചു. അങ്ങനെ ഓയിൽമെൻറ്റൊക്കെ ഇട്ട് തേച്ച് വേറെ പിടിച്ച് നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അത് അപ്പോഴും ഞാൻ ഞരമ്പിൻ്റെയും കണ്ട ഇതുള്ളതാണ്, അല്ലാതെ വേറെ കുഴപ്പം അങ്ങനെ ഒന്നുമില്ല. എക്സ്റേ എടുക്കാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ വേറെ ഒരു കുഴപ്പമില്ല. ഓയിൽമെൻറ്റൊക്കെ ഇട്ട് തേച്ച് ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓയിൽമെൻ്റ് ഇട്ട് തേക്കാതെ തന്നെ ഞാൻ എന്നും തൈലം തന്നെ ഇടുമായിരുന്നു. അപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല ഇതായി. ദൈവത്തിൻ്റെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ അന്നും ഈ കൈയോട്ട് വെയിറ്റ് എടുക്കില്ലെങ്കിലും ആ പിറ്റെന്നൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് മാറ്റം വന്ന്, 3-ൻ്റെ ആയപ്പോൾ വന്ന് അച്ചാറൊക്കെ ഇടുകയെല്ലാം ചെയ്തതും ഒക്കെയൊക്കെ തന്നെ. അത് വലത് കൈ കൊണ്ടാണല്ലോ ഇളക്കുന്നത്. എന്തായാലും ഇപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല കൂളായി.
എന്നാലും ഒന്ന് കാണിക്കാമെന്നും കൂടെ അതും കൂടെ ഒന്ന് കാണിക്കാമെന്നും ഉള്ള ഒരു ഇതിലാണ് പോയത്. പിന്നെ നമുക്ക് ഈ പ്രധാന ഒരു ഇതെന്ന് പറഞ്ഞാൽ ശരീരത്തെ മാംസം ഉള്ളത് കൊണ്ട് ഈ നടുവൊടിച്ച് ഞാൻ പല ദിവസവും വീണിട്ടുണ്ട്. അതിലൊക്കെ ഈ നടുവിന് വേദനകളുണ്ട്. പക്ഷെ എന്നാലും പൊട്ടൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ കുറച്ച് ഇത് പെട്ടെന്നങ്ങ് നമുക്ക് പൊട്ടൽ വരില്ല. എന്നാൽ പിന്നെ വീണാൽ പോയി ആ ഒരിതാണ്. അങ്ങനെ ഉള്ള അവസ്ഥകളാണ്. അങ്ങനെ ഒരു വീഴ്ച വീണു ഞാൻ. വീഴ്ചയെന്ന് പറഞ്ഞാൽ പല പ്രാവശ്യവും നടുപിടിച്ച് വീണിട്ടുണ്ട്. അങ്ങനെ അപ്പം നമുക്ക് ഞാൻ ദേ ചക്ക എടുത്തുകൊണ്ട് വന്ന് വെച്ചു. അപ്പോൾ ഇനി ചക്ക കഴിക്കാനായിട്ട് നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കണ്ടോ, നമ്മുടെ മീൻ കറി കണ്ടോ, കാണുന്നുണ്ടോ? ഈ കണ്ടോ നമ്മുടെ അടിപൊളി മീൻ കറി കണ്ടോ. അപ്പം മീൻ കറിയിൽ നിന്ന് ഞാൻ ഒരു കഷ്ണം മീനും ഒരു തലയും കൂടി എടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തല. നിങ്ങൾ എത്ര പേരുണ്ട് ഇതിൻ്റെ തലയൊക്കെ കഴിക്കുന്നവർ? നല്ല അടിപൊളിയാണ് കേട്ടോ. അടിപൊളി മീനും. അപ്പം അയ്യോ ഇനി ഊരി എടുക്കട്ടെ. അപ്പം നമ്മുടെ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇതേ കണ്ടു, സൂപ്പറല്ലേ? നമ്മുടെ അയലക്കറിയാണ്. നല്ല ടേസ്റ്റ് നോക്കിയിട്ടൊക്കെ നല്ല പച്ച അയലയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നെച്ചാള ഫ്രൈ റെഡിയായിരിപ്പുണ്ട്. ചക്ക റെഡിയായിരിപ്പുണ്ട്. ചക്കയും ചോറും മീൻ പൊരിച്ചതും ചോറുമാണ് ഇന്നത്തെ നമ്മുടെ ഉച്ച ഊണ്. നമ്മുടെ ഈ മീൻകറി അടച്ചിടട്ടെ, ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം ഞാൻ തിന്നാൻ പോകേണ്ടതിന്ന് നല്ല സൂപ്പർ ചക്കയും മീൻകറിയുമാണ്. നിങ്ങളെല്ലാവരും വരുവിൻ, നമുക്കൊരു ചക്കയും മീൻകറിയും നമുക്കിന്നൊരു പിടിപിടിക്കാം. ആർക്കും കഴിക്കാം, ഏത് അസുഖക്കാർക്കും കഴിക്കാം ചക്കയും മീൻകറിയും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ് ചക്കയും മീൻകറിയും. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ.